നിങ്ങളെ മക്കൾ നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണോ? എനിക്ക് അങ്ങനെയല്ല കേട്ടോ. എനിക്കെന്ന് വെച്ചാൽ പഠിച്ചോ തന്നൊരു വർക്കത്ത് അതിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ അതിനെ നോക്കുന്നത് അങ്ങനെയല്ല ഉണ്ടാവുക. ഇത് നേരെ മറിച്ചിട്ട് മക്കളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ വീഡിയോ. അതായത് ചിലപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ SIP എല്ലാം പറയും. അതായത് ലോങ് ടേം ആയിട്ട് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇരിക്കും. ആൺകുട്ടികൾ നമ്മളെന്തൊക്കെ വയസ്സാകുന്ന തൊട്ടിട്ട് അങ്ങ് മരിക്കുന്നത് വരെ ഇവരെ നമ്മൾ നോക്കണം. അത് നമുക്ക് നിർബന്ധം. ഇനി പെൺകുട്ടികളാണെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇല്ല, അതിനൊരു കാലാവധി ഉണ്ടാവും. അതായത് വെച്ചാൽ നമുക്ക് എപ്പോഴും അങ്ങ് യൂസ് ആക്കാൻ പറ്റുള്ളൂ. കാരണം അവർ കെട്ടിച്ച് വിടുന്ന ആൾക്കാരല്ലേ. അതായത് നമുക്ക് ചിലപ്പോൾ പണിയെടുക്കാനോ ഒരു അസുഖം വന്നാൽ നോക്കിത്തരണം, അങ്ങനെ മാത്രമേ നമുക്ക് പെൺകുട്ടികൾ കിട്ടുള്ളൂ. ഇതിനെല്ലാം പുറമെ ഇപ്പോൾ ആൺകുട്ടികൾ മാത്രമുള്ള ഉമ്മമാരാണെങ്കിൽ ഓരോടുത്ത് പോയി പറയും പിന്നെ സ്വർഗത്തിൻ്റെ അവകാശികൾക്ക് മാത്രമേ കേട്ടോ പെൺകുട്ടികളെ കിട്ടുള്ളൂ, എനിക്ക് തീരെ ഭാഗ്യമില്ലാത്തതുകൊണ്ടിരിക്കും എനിക്ക് ആൺകുട്ടികളെ കിട്ടിയിട്ടുണ്ടാവുക. എന്നാലും കുഴപ്പമില്ല, ഈ 3 അങ്ങ് വലുതായാലും എനിക്ക് സുഖമില്ല, പിന്നെ ഒന്നും നോക്കണ്ടല്ലോ, ചിലവെല്ലാം ഐറ്റങ്ങൾ നോക്കിക്കോളൂ, പിന്നെ നമുക്ക് ഇങ്ങോട്ടൊക്കെ കെട്ടിച്ചിട്ട് കൊണ്ടുവരാമല്ലോ, പിന്നെ ഒരു അലമ്പും ഇല്ല അവരെ കൊണ്ടൊന്നും, പിന്നെ ചെറുതിൽ കുറച്ച് കുരുത്തക്കേടും കാര്യങ്ങളുണ്ടാവും, അതെല്ലാം അങ്ങ് സഹിച്ചാൽ പോരെ. ഇനിയിപ്പോൾ പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ ഓരോരുത്തർ വരും പെൺകുട്ടികളിരുന്ന പള്ളയിൽ ആൺകുട്ടികൾ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെന്താ ഒരിക്കലും ഇരിക്കാൻ പറ്റൂലേ? എല്ലാം ഒരു വള്ളം തന്നെ അല്ലെങ്കിൽ പോരുന്നത്. ഇതൊന്നും പോരായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഫുള്ള് കഷ്ടപ്പാടായിരിക്കില്ലേ? ഈറ്റിങ്ങളെല്ലാം കെട്ടിച്ചുണ്ട്, എങ്ങനെയാണ് കെട്ടിച്ച് വിടുക ഈറ്റിങ്ങളെല്ലാം. എന്നാലും പിന്നെ കുഴപ്പമില്ല, വലുതായാലും നമുക്കൊരു പിന്നെ അസുഖമെല്ലാം വന്നാൽ ഈറ്റിങ്ങൾ ഉണ്ടാവുമല്ലോ നോക്കാൻ. എല്ലാം പറയേണ്ട എന്താ ആവശ്യമുള്ളത്? നമ്മൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മളൊരു അമേരിക്കൻ സിസ്റ്റം ഫോളോ ചെയ്യേണ്ടി വരും അല്ലേ? ഞാൻ ഇന്നെ നോക്കി തരുന്നു, അതുകൊണ്ട് എന്നെയും നോക്കണം. ആ സിസ്റ്റമല്ലേ നമുക്ക് നമ്മളെ മക്കളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ നമ്മൾ നോക്കുന്നത് അല്ലേ? അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പഠിച്ചോണ്ട് തരുന്നതുകൊണ്ടല്ലേ നമ്മളായിട്ട് നോക്കുന്നത്. ഇല്ലാണ്ട് ഇതെന്ത് ഇൻവെസ്റ്റ്മെൻറ്റാ? ആൺകുട്ടികളാണെങ്കിൽ സെറ്റ്, പെൺകുട്ടികളാണെങ്കിൽ കഷ്ടപ്പാടെന്നുള്ള സിസ്റ്റം അങ്ങനെയൊന്നുമില്ല. നമ്മളെ മക്കൾ നമുക്ക് പഠിച്ചോണ്ട് തന്നത്. അതിപ്പോൾ ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും നമുക്ക് ഇഷ്ടമല്ലേ? നമ്മളെ മക്കളല്ല അത്.